സോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ബോർഡ് പ്രിപ്പറേഷൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സോ ഇത് 10th of February ക്ലിപ്പാണ് ആൻഡ് ഐ ആം ഡൂയിങ് സം ടു ഡു ലിസ്റ്റ്. ആൻഡ് ഞാൻ ഈ ഒരു ദിവസം പ്ലാൻ ചെയ്തിട്ട് പഠിക്കാമെന്നൊക്കെ വിചാരിച്ചു. അതെങ്ങനെ ഞാൻ സയൻസിൻ്റെ ആക്ടിവിറ്റീസിൻ്റെ പഠിച്ചുകൊണ്ടിരുന്നതായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് സാമ്പിൾ പേപ്പർ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കെമിസ്ട്രിയിൽ നിന്ന് മെയിൻലി ചോദിക്കുന്നത് ആക്ടിവിറ്റീസിൻ്റെ റിലേറ്റഡ് ആണ്. ആ ഒരു ആക്ടിവിറ്റീസ് ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ തന്നെയാണ്, ചിലപ്പം ലൈക്ക് ട്വിസ്റ്റഡ് ആയിട്ട് വരും, പക്ഷേ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ആക്ടിവിറ്റീസാണ്. സോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആക്ടിവിറ്റീസ് ഒന്നും കൂടെ ഒന്ന് പഠിക്കണം ആൻഡ് നല്ലതായിട്ടൊന്ന് റിയാക്ഷൻസും ആക്ടിവിറ്റീസും എല്ലാം ഒന്നും നല്ലതായിട്ട് തരവാക്കണം എന്ന് വിചാരിച്ച് പഠിച്ചുകൊണ്ടിരുന്നതായിരുന്നു. പിന്നെ ഞാനിത് ബയോളജീൻ്റെ കെമിസ്ട്രീൻ്റെ ഫിസിക്സിൻ്റെ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് എന്തൊക്കെ കഴിച്ചു അതൊക്കെ പഠിച്ചു തീർന്നു. പിന്നെ ഞാൻ വീണ്ടും ഹിന്ദി പഠിക്കാൻ തുടങ്ങി. ജസ്റ്റ് ഒരു സാമ്പിൾ പേപ്പർ സോൾവ് ചെയ്തു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ആഫ്റ്റർ ഇത് 11th of February ആണ്. അപ്പം ഞാനിവിടെ സോഷ്യൽ പഠിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഹൈലൈറ്റ് ചെയ്തതെല്ലാം എനിക്ക് കുറച്ചുകൂടി ഒന്ന് പഠിക്കണം എന്നുണ്ടായിരുന്നതാണ്. ഇപ്പം 11 AM ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് ഹിസ്റ്ററിയിലെ ചാപ്റ്ററായ റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കാനിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോസ് എനിക്ക് കിട്ടിയില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. സോ എനിക്ക് എന്താണെന്നറിയില്ല ഗൈസ്. യൂട്യൂബിൽ ഉണ്ടായിരുന്നു, വേറെ ലോങ് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് റാപ്പിഡ് റിവിഷൻ തന്നെ കേൾക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് കുറേ സെർച്ച് ചെയ്തു ആൻഡ് എന്നിട്ടും എനിക്കത് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു സാമ്പിൾ പേപ്പർ സോൾവ് ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ സാമ്പിൾ പേപ്പർ സോൾവ് ചെയ്യാനിരുന്നു. സാമ്പിൾ പേപ്പർ സോൾവ് ചെയ്യാനല്ല ഗൈസ്, സാമ്പിൾ പേപ്പറിലുള്ള റിവിഷൻ്റെ നോട്ട്സ് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാനിരുന്നു. ആൻഡ് ഞാൻ ഹിസ്റ്ററീൻ്റെ എല്ലാ ചാപ്റ്ററും ജസ്റ്റ് റീഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ജോഗ്രഫി നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റിക്സ് അത്ര കുഴപ്പമില്ലാത്തതുകൊണ്ട് തന്നെ എനിക്കെപ്പോഴും വായിക്കുന്നത് ഇഷ്ടമല്ല. പക്ഷേ ഹിസ്റ്ററി ഒന്ന് വായിക്കുന്നതാണല്ലോ ഗൈസ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഹിസ്റ്ററിയൊക്കെ ഒന്ന് വായിച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഹിസ്റ്ററിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് പാടാണ് ഗൈസ്. എന്ന് വെച്ചാൽ ഞാൻ പ്രീപോർട്ട് എഴുതിയപ്പം എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് വന്നു, അതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഓപ്ഷൻസൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിട്ട ക്വസ്റ്റ്യൻസ് ഞാൻ ഒന്നും കൂടെ നോക്കി. ആൻഡ് ഞാനിപ്പോൾ സോഷ്യൽ പഠിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 4 days 5 days അങ്ങനെ ഗ്യാപ്പുണ്ട് എക്സാമിൻ്റെ ഇടയ്ക്ക്. പക്ഷേ ഹിന്ദിക്ക് അതില്ല. ഹിന്ദിക്ക് ആകെ 2 ദിവസമേ ഉള്ളൂ. അപ്പം ആ ഒരു സോഷ്യലിൻ്റെ ഗ്യാപ്പ് ഡേയ്സിൻ്റെ അകത്ത് നമുക്ക് ഹിന്ദിയും പഠിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇപ്പം സോഷ്യൽ പഠിക്കുന്നു. ഇപ്പോൾ സോഷ്യൽ പഠിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആ ഒരു സമയത്ത് സോഷ്യലിൻ്റെ ഗ്യാപ്പ് ഡേയിൽ കുറച്ച് ഹിന്ദിയും കൂടെ പഠിക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇത് എൻ്റെ സോഷ്യലിൻ്റെ KVൻ്റെ മെറ്റീരിയലാണ്. അതൊക്കെ വായിച്ചിട്ട് ഞാൻ ഇവിടെ ഇരുന്നു. ആൻഡ് ഇതെൻ്റെ ഒരു പൗച്ചാണ്. എനിക്ക് ബോർഡ് എക്സാമിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ട്രാൻസ്പെറൻറ്റ് പൗച്ചും കുറേ ബ്ലൂ പെൻസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ വീണ്ടും പഠിക്കുന്നത് ഹിസ്റ്ററിയോ റാപ്പിഡ് റിവിഷൻസ് എന്തോ കേൾക്കുവാണെന്ന് തോന്നുന്നു. ഈ റാപ്പിഡ് റിവിഷൻസ് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അത് നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് മനസ്സിലാവുകയും ചെയ്യും. ആൻഡ് അങ്ങനെ എളുപ്പം തീർക്കാമല്ലോ. റാപ്പിഡ് റിവിഷൻ ആകുമ്പോൾ 10 minutes അങ്ങനെയല്ലേ ഉള്ളൂ. ബാക്കിയുള്ള എനിക്ക് സൺലൈറ്റ് സ്റ്റഡി ഇഷ്ടമാണ്, പക്ഷേ അത് കുറച്ച് ലെങ്തിയാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു റാപ്പിഡ് റിവിഷൻ കേൾക്കാമെന്ന്. അങ്ങനെ റാപ്പിഡ് റിവിഷനൊക്കെ കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. ആൻഡ് എനിക്ക് നന്നായിട്ട് ബോറടിക്കുന്നുണ്ട് ഹിസ്റ്ററിയും സോഷ്യലൊക്കെ ആയതുകൊണ്ട് തന്നെ. ഞാൻ അതുകൊണ്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പഠിച്ച് കുറേ നേരം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും സ്റ്റഡി മെറ്റീരിയൽ എടുത്തിട്ട് ജിയോഗ്രഫീൻ്റെ പഠിച്ചു. ആക്ച്വലി ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് ഗൈസ്. എന്ന് വെച്ചാൽ എന്താണെന്നറിയില്ല, എനിക്ക് ഏതോ ഒരു ഗ്രൂപ്പിൽ പണ്ടെന്നോ വന്നതായിരുന്നു, എൻ്റെ സ്കൂൾ ഗ്രൂപ്പിൽ തന്നെ. അപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ഉപകാരമായി ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പഠിക്കാനിരുന്നത് നെക്സ്റ്റ് ഡേ ആണ് ഗൈസ്. നെക്സ്റ്റ് ഡേ ആണോ അതോ ആഫ്റ്റർ സംതിങ് അറിയില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ പഠിക്കാനിരുന്നു. എന്തൊക്കെയാണ് ഞാൻ റീഡ് ചെയ്യുന്നത്? ഐ തിങ്ക് ജോഗ്രഫി അങ്ങനെയാണെന്ന് തോന്നുന്നു. അതോ സാമ്പിൾ പേപ്പറാണോ? എന്തായാലും അതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നോട്ട്സും പഠിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇരുന്നു. പിന്നെ എക്കണോമിക്സിൻ്റെ ചാപ്റ്റേഴ്സ് ഞാൻ എടുത്ത് വെച്ച് കാണിക്കുകയാണ്. ആൻഡ് ഇത് ഞാൻ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ റാപ്പിഡ് റിവിഷൻ കേൾക്കണമല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കുറേ നേരമായിട്ട് ഞാൻ റാപ്പിഡ് റിവിഷൻ എന്ന് പറയുന്നത്. എനിവേസ് നമുക്ക് അടുത്തതിൻ്റെ അകത്ത് പോവാം. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞാൻ സാമ്പിൾ പേപ്പറിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് ടിക്കൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് എന്തൊക്കെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ജോഗ്രഫി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എക്കണോമിക്സും കംപ്ലീറ്റ് ചെയ്തു, പൊളിറ്റിക്സും കംപ്ലീറ്റ് ചെയ്തു, ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്തു.
അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ടു സബ്സ്ക്രൈബ്.